ഇപ്പോൾ നമ്മോടൊപ്പം മേജർ ജനറൽ ഇന്ദ്രബാലൻ ചേരുകയാണ്. ശ്രീ ഇന്ദ്രബാലൻ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി? അർജുനായി ഈ നാടിങ്ങനെ താങ്കൾ അടക്കമുള്ളവരിലേക്ക് കാതോർത്തിരിക്കുകയാണ്. എന്താണ് പുതിയ സിഗ്നൽ, എന്തെങ്കിലും ഉണ്ടോ? ദയവായി. തീർച്ചയായും ഞാൻ ഇന്ദ്രബാലൻ ഒരിക്കൽ കൂടി ചേരും. എന്തോ സാങ്കേതിക തടസ്സങ്ങൾ പിണഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇന്ദ്രബാലനുണ്ട്. ഇന്ദ്രബാലൻ അതിൻ്റെ കാര്യങ്ങൾ ഏറ്റവും പുതിയതായി വിശദീകരിക്കും. അതിനു മുമ്പായി താങ്കൾ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് ഈ അണ്ടർ കറണ്ടും അപ്പർ കറണ്ടും, അണ്ടർ കറണ്ടിലേക്ക് ആ സമയത്ത് ഇത്രയേറെ ശക്തമായ ഫ്ലോ ഉള്ളതുകൊണ്ട് പോകാനാകില്ല. അത് മാത്രമല്ല അത് വേറെ ഒരു കാര്യമുണ്ട്. നമ്മളൊരാൾ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഡൈവിലല്ല ഈ രക്ഷാപ്രവർത്തനം എല്ലാം നടത്തുന്നത്. ആദ്യം ഡൈവ് ചെയ്ത് പോയി നേരത്തെ കൊടുത്ത സിഗ്നൽ കൊടുത്ത ലൊക്കേഷൻ കറക്റ്റ്. തീർച്ചയായും നമ്മുടെ അതിഥി ഇന്ദ്രബാലൻ കൂടി എത്തിയിട്ടുണ്ട്. ശ്രീ ഇന്ദ്രബാലൻ, ഞങ്ങൾ നാട് മുഴുവൻ താങ്കൾ അടക്കമുള്ളവരിലേക്ക് ചെവിയും കണ്ണും കൂർപ്പിച്ചിരിക്കുകയാണ്. പുതിയ സിഗ്നലുകൾ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ സസ്പെഷൻ ഓഫ് 4 items, സസ്പെഷനുള്ള കോൺഫിഡൻസ് 4 items നമുക്ക് കാണില്ല. അതില് 3 പോയിന്റ് നമുക്ക് കിട്ടിയുള്ളൂ. പോയിന്റ് ഏതായിരിക്കും, അവിടെ ആയിരിക്കും, ഇത് ഒരുമിച്ചാണ്. ഈ മിസ്റ്ററി നമുക്ക് സോൾവ് ആയിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇന്നലെ ഈ മഴ കാരണം വി കുഡ് നോട്ട് ഡു റീറൺസ് ഓൺ ദി CP3 ടു ടേക്ക് ഫുൾ റീഡിങ് നമുക്ക് വേണ്ട പോലെ. സോ അങ്ങനെയാണ് രാത്രി നമ്മൾ ഇത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ വി റിയലൈസ് ദാറ്റ് CP3 കുറച്ച് സ്കാറ്ററിംഗ് ഓഫ് ദി സിഗ്നൽസ്, ആൻഡ് ദാറ്റ് സ്കാറ്ററിംഗ് വാസ് നോട്ട് മാച്ചിങ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ട്രക്ക് നമ്മൾ വിചാരിച്ച പോലെ. സോ ദാറ്റ്സ് വൈ ഇൻ ദ മോർണിംഗ് വി ഡിഡ് സം റീറൺസ് അതിനെക്കുറിച്ച് നാവിഗേഷൻ എറർ കറക്ഷൻ ചെയ്യാനായിട്ട്. അപ്പോഴാണ് വി ഇൻഅഡ്വർട്ടൻ്റ് ഒരു ചാൻസ് ആയിട്ട് വി ഗോട്ട് ഇൻ ടു ദിസ് CP4. അവിടെ സ്ട്രോങ് മെറ്റാലിക് സിഗ്നൽസ് കിട്ടി റൺസ് ചെയ്യുമ്പോൾ അതിനെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ നമ്മൾ പരിശോധിച്ചു. ദെൻ വി റിയലൈസ് ദാറ്റ് ഇവിടെ നല്ല ഐറ്റംസ്, ഒരു സ്ട്രോങ് ഐറ്റം കിടക്കേണ്ടതെന്ന് അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്ന പോലെ ഈ തെർമൽ ഐഡന്റിഫിക്കേഷൻ വഴി തണുപ്പ് കൂടുന്ന ഘട്ടത്തിൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാനാകും, അർജുനെ കണ്ടെത്താനാകും എന്നൊരു പരീക്ഷ, അത് ഇനിയും തുടരുമോ ശ്രീ ഇന്ദ്രബാൽ? ദാറ്റ് ഈസ് പ്രൈമറിലി ഏത് നമ്മളെ ജീവിതമുള്ള ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് ഓബ്വിയസ്ലി ഒരു തെർമൽ സിഗ്നേച്ചർ ഉണ്ടാവും. അത് ആനിമൽ ആയാലും ഹ്യൂമൻ ബീങ് ആയാലും അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡറി. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ ട്രക്കിലാണ്. ആൻഡ് അസ്യൂമിങ് ദാറ്റ് നമ്മുടെ അർജുനൻ അവിടെ ട്രക്കിന്റെ അകത്തായിരിക്കും, അപ്പോഴാണ് നമ്മൾ തെർമൽ സിഗ്നേച്ചറിന്റെ റേഞ്ച് ഒരുപാട് കുറവാണ്. അതിന് ഫുൾ സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഒരു ഫോക്കസ് സ്പോട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം മൊത്തം നമുക്ക് തെർമൽ ഇമേജ് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ചെറിയ സ്ഥലത്ത് പോയിട്ട് ഫുൾ അനുമാനം വെച്ചിട്ട് അവിടെ ഒരു സ്മോൾ ഏരിയയിൽ ചെയ്യാൻ പറ്റും. അത് കാരണം ഈ 4th സ്പോട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി കുറച്ച് അറിയാനായിട്ട് ട്രക്കിന്റെ പ്രൊഫൈലൊക്കെ അറിഞ്ഞാൽ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദ തെർമൽ സ്കാനർ നോട്ട് ഹാവ്.